2025 ജെഇ മെയിൻ ആദ്യ സെഷൻ്റെ റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ വലിയ വിജയം കരസ്ഥമാക്കിയ ഉന്നത വിജയം കരസ്ഥമാക്കിയ ആൻ്റണി ഫ്രാൻസിസിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. എറണാകുളം ആലുവയിലാണ് ആൻ്റണിയുടെ വീട്. അപ്പോൾ നമുക്ക് ആൻ്റണിയോട് ചോദിക്കാം ഒരു എക്സാമിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ ഉയർന്ന വിജയത്തിൽ എങ്ങനെയാണ് ആൻ്റണി നോക്കിക്കാണുന്നതെന്നൊക്കെ. അപ്പോൾ മോനെ ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നല്ലൊരു സ്കോറിലേക്ക് കിട്ടിയല്ലേ. അപ്പം ഒരുപാട് നാളത്തെ ആ ഒരു പ്രയത്നമായിരുന്നു അല്ലേ, കുറേ നാളായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒത്തിരി പരീക്ഷകൾ എഴുതി, ഒത്തിരി മോക്ക് ടെസ്റ്റുകളിലൂടെ കടന്നുപോയി, ഒത്തിരി ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഒടുവിൽ നല്ലൊരു മാർക്ക് ഇപ്പോൾ ജെഇ മെയിൻ ആദ്യ സെഷനിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് മോന് തോന്നുന്നത്? സന്തോഷമുണ്ട്. ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ മോൻ എങ്ങനെയായിരുന്നു ഒരു എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലേക്ക് വന്നത്? സ്വന്തമായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? എനിക്ക് അത്യാവശ്യം ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്സ് ഫിസിക്സിനോടുള്ള താല്പര്യം കൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കാണ് എൻ്റെ താല്പര്യം എന്ന് എനിക്ക് ചെറുപ്പത്തിൽ തന്നെ മനസ്സിലായത്. മോൻ എവിടെയാണ് പഠിച്ചതൊക്കെ? ഞാൻ ചെറുപ്പത്തിലൊക്കെ 10ാം ക്ലാസ് വരെ രാജഗിരിയിലാണ് പഠിച്ചത്, കളമശ്ശേരി. അത് കഴിഞ്ഞ് 11ൽ നൈപുണ്യ പബ്ലിക് സ്കൂളിലേക്ക് മാറി, ബെർലിൻ്റെ ട്യൂഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു +2 പഠനത്തോടൊപ്പം തന്നെ ആയിരുന്നല്ലോ ഒരു എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനൊക്കെ. അപ്പോൾ അതെങ്ങനെയായിരുന്നു, രണ്ടും കൂടെ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്? ഇത് സിലബസ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഫോക്കസ് എൻട്രൻസ് തന്നെയാണ് ഞാൻ കൊടുത്തത്. അത് കഴിഞ്ഞ് സ്കൂളിലെ എക്സാംസ് അടുത്താകുമ്പോൾ തൊട്ട് മുമ്പ് ഒന്ന് പഠിക്കും എന്നല്ലാണ്ട് കൂടുതലും ഫോക്കസ് എഞ്ചിനീയറിംഗ് എൻട്രൻസിന് തന്നെയായിരുന്നു. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് +2 ബോർഡ് എക്സാമിലും ഒരേ സമയം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുമല്ലേ, എൻട്രൻസിനൊപ്പം തന്നെ. അപ്പോൾ അതുപോലെ മോൻ്റെ സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു? ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തായിരുന്നു പഠിച്ചിരുന്നത്? ടൈം ടേബിൾ സെറ്റ് ചെയ്ത് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരുന്നില്ല. ഓരോ ദിവസം കവർ ചെയ്യേണ്ട സിലബസ് നോക്കുമായിരുന്നു, അത് മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. അങ്ങനെ ടൈം ടേബിൾ ആയിട്ടല്ല, ചിലപ്പോൾ ഒക്കെ രാവിലെ ചിലപ്പോൾ ഒക്കെ രാത്രി മാറി മാറി ഇരുന്നിട്ട്. ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതായിരുന്നു? ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മാത്സും ഫിസിക്സും രണ്ടും ഇഷ്ടമായിരുന്നു. കൂടുതലും പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കാനായിരുന്നു താല്പര്യം? അങ്ങനെ പ്രോബ്ലമാണ് കൂടുതലും ചെയ്ത് പ്രാക്ടീസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി ജെഇ മെയിൻ സെഷൻ 2 വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ ജെഇ അഡ്വാൻസ്ഡ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ എങ്ങനെയാണ്? ഇനി ഞാൻ സെക്കൻഡ് ഷിഫ്റ്റിന് അധികം നോക്കില്ലായിരിക്കും, അഡ്വാൻസിന് വേണ്ടിയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അഡ്വാൻസിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഹാർഡർ ക്വസ്റ്റ്യൻ ചെയ്യുക, ബ്രില്യൻറ്റിൻ്റെ അഡ്വാൻസ് മെറ്റീരിയലൊക്കെ ചെയ്യുക, ഡൗട്ട് വരുന്നതൊക്കെ നോക്കി പോവുക, അങ്ങനെയൊക്കെയാണ് കൂടുതലും. അതുപോലെ തന്നെ ആൻ്റണി പഠിത്തത്തിൽ മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് സ്പോർട്സിലൊക്കെ കുറച്ച് നല്ല സ്കില്ലുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ മോൻ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഏത് ഐറ്റമാണ്? ഫുട്ബോൾ ഞാൻ കളിക്കും. ഞാൻ 11ലും 12ലും എൻട്രൻസിനോടൊപ്പം സ്കൂൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കെ പറ്റും. രണ്ടും സ്കൂൾ ടീമിലുണ്ടായിരുന്നല്ലേ? സ്കൂൾ ടീമിലുണ്ട്. ഫുട്ബോളിൽ ഏത് പൊസിഷനിലാണ് കൈകാര്യം ചെയ്തത്? ഫുട്ബോൾ മിഡ്ഫീൽഡാണ് അല്ലേ? അപ്പോൾ ഫുട്ബോളുകൾ കാണാറൊക്കെ ഉണ്ടോ? അതിനൊക്കെ സമയം കിട്ടാറുണ്ടോ? പ്രത്യേകിച്ച് ജെഇ മെയിൻ പോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രഗത്ഭരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇരുന്നൊരു പരീക്ഷയാണല്ലോ ജെഇ മെയിനൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് സ്പോർട്സൊക്കെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടോ? പറ്റും. അത് ഒരു ദിവസം ഇത്ര സമയം പോയാൽ വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങളത് കുറേ ദിവസം പോകാണ്ടിരുന്നാൽ മതി. ഇപ്പോൾ ഫുട്ബോൾ കളി ഒരു ദിവസം 1.5 മണിക്കൂർ വലിയതായിട്ട് അഫക്റ്റ് ചെയ്യാനൊന്നും എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ രണ്ടിനും സമയം കണ്ടെത്തുക എന്നുള്ളതാണല്ലേ. അപ്പോൾ എങ്ങനെ സമയം വിനിയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം അല്ലേ. അപ്പോൾ മോൻ്റെ ഒരു പഠന രീതികളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പ്രത്യേകിച്ച് ഒത്തിരി മോഡൽ എക്സാംസ് ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ മാർക്കിലൊക്കെ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ മോൻ എങ്ങനെയാണ് അതിനെയൊക്കെ ഓവർകം ചെയ്തത്? അതിനെയൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ മിസ്റ്റേക്സ് ആദ്യം തന്നെ എക്സാം കഴിഞ്ഞിട്ട് അനലൈസ് ചെയ്യുക, എന്തുകൊണ്ടാണ് പറ്റിയത്, എന്നിട്ട് അതിൻ്റെയൊക്കെ കറക്ഷൻ വരുത്തുക. അങ്ങനെയൊക്കെ തന്നെയാണ് കൂടുതലും. പിന്നെ ഒത്തിരി മാർക്ക് കുറയുവാണെങ്കിൽ സങ്കടപ്പെടാണ്ടിരിക്കുക. ചിലപ്പോൾ അവർ എക്സാം ഭയങ്കര പാടാക്കിയതായിരിക്കാം, നമ്മുടെ മിസ്റ്റേക്ക് എപ്പോഴും ആവണമെന്നില്ല. അത് മനസ്സിലാക്കി നോക്കി കറക്റ്റ് ചെയ്ത് പോവുക. അതായത് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെയും ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അതുകൊണ്ട് പരീക്ഷകൾ വരുന്നല്ലേ. അപ്പോൾ അതിൻ്റെ ഗുണം മോന് റിയൽ ജെഇ മെയിനിലേക്ക് വന്നപ്പോൾ കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? എനിക്കത് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ബ്രില്യൻറ്റിൻ്റെ എക്സാം ആണെങ്കിൽ തന്നെ കുറേ ഡിഫിക്കൽട്ട്, മീഡിയവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ജനുവരി ഷിഫ്റ്റ് നോക്കുവാണെങ്കിൽ തന്നെ കുറേ വേരിയേഷൻ ഉണ്ട്, ഈസിയും ഷിഫ്റ്റും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവണം എല്ലാവർക്കും. അപ്പോൾ അതുപോലെ തന്നെ മെൻറ്ററിങ് സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു, ലേണിംഗ് ആപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉപയോഗം എങ്ങനെയായിരുന്നു പറയാമോ? മെൻറ്റേഴ്സ് ഈ 2 വർഷം ഫുൾ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാർക്ക് കുറയുമ്പോഴാണെങ്കിലും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും, എന്താണ് ഈ ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഈ ലേൺ ആപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ ലേൺ ആപ്പിൻ്റെ എക്സാംസ് അതൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ക്ലാസ്സുകളുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ലൈവ് ക്ലാസ് മിസ്സായി പോയാൽ നമുക്ക് അവിടെ നിന്നും കണ്ടു പഠിക്കാം. ഞാൻ ചെറുതായിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ യൂസ്ഫുൾ ആയിരുന്നു. മോനി നോക്കുന്നത് ജെഇ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ മനസ്സിലൊരു IIT ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇത് ഏത് IIT ആണ്? ഡ്രീം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയാം. ഡ്രീം ഇൻസ്റ്റിറ്റ്യൂട്ട് IIT ബോംബെ തന്നെയാണ്.
IIT ബോംബെയാണ്. ഏത് ബ്രാഞ്ചാണ്? ബ്രാഞ്ച് ഇലക്ട്രോണിക്സ് ആയിരിക്കും. കമ്പ്യൂട്ടറിനോട് അധികം താല്പര്യമില്ല, അപ്പോൾ ഇലക്ട്രോണിക്സ് ആയിരിക്കും. അപ്പോൾ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ ആൻ്റണിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ജെയ് അഡ്വാൻസ്ഡ് പരീക്ഷയിലും ഇതുപോലെ തന്നെ നല്ലൊരു സ്കോർ കരസ്ഥമാക്കാനും നല്ല അഖിലേന്ത്യാ തലത്തിൽ നല്ലൊരു റാങ്കൊക്കെ നേടാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ തന്നെ ആഗ്രഹിച്ച IIT തന്നെ ലഭിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.